സ്റ്റക്കായി നിൽക്കുന്ന നിങ്ങളുടെ കരിയർ റീസ്റ്റാർട്ട് ചെയ്യണ്ടേ? റീസ്റ്റാർട്ട് ചെയ്യാൻ എന്ത് ചെയ്യും? മികച്ച തൊഴിൽ സാധ്യതകളുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കണം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആവശ്യമുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും പഠിച്ചാൽ മതിയോ? പോരാ. ഉറപ്പുള്ള ഭാവിക്കായി ചിത്ര വിമൻസ് അക്കാദമിയിൽ പഠിക്കൂ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം മുതൽ ഹെൽത്ത് കെയറിലെ AI വരെ ഇവിടെ പഠിക്കാം. യൂണിവേഴ്സിറ്റി ആൻഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റോട് കൂടി. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ച് BJP ഒറ്റപ്പാലം വാട്ടർ അതോറിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൽ പ്രതിഷേധിച്ച് BJP ഒറ്റപ്പാലം വാട്ടർ അതോറിറ്റിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ വരോട്, കണ്ണിയമ്പുറം, പനമണ്ണ ഭാഗങ്ങളിൽ കടുത്ത വേനൽ എത്തുന്നതിന് മുൻപ് തന്നെ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണെന്നും നഗരസഭ ഭരിക്കുന്ന ഭരണസമിതിയും വാട്ടർ അതോറിറ്റിയും ഇതിനുവേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല എന്നു മാത്രമല്ല നിരുത്തരപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും BJP മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി പറഞ്ഞു. കുടിവെള്ളത്തിന് ക്ഷാമമുള്ള പ്രദേശങ്ങളിലെ കുടിവെള്ളം എത്തിക്കാനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഒറ്റപ്പാലം നഗരസഭ ഭരിക്കുന്ന ഭരണസമിതിയോ അല്ലെങ്കിൽ അവിടെ കുടിവെള്ളം എത്താത്തതിൻ്റെ കാരണം എന്തെന്ന് അന്വേഷിച്ചുകൊണ്ട് എന്താണ് സാങ്കേതികമായിട്ടുള്ള പിഴവ് എന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ വാട്ടർ അതോറിറ്റിയും യാതൊന്നും ചെയ്യാത്തൊരു സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലൊരു സമരം ഇവിടെ സംഘടിപ്പിച്ചത്. വാട്ടർ അതോറിറ്റിക്ക് മുൻപിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുമേഷ് ചീരാത്തൊടി. കുടിവെള്ള കണക്ഷന് വേണ്ടി കേന്ദ്ര പദ്ധതിയായ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടികൾ നഗരസഭയിൽ വന്നിട്ടും ജനങ്ങൾക്ക് ഇപ്പോഴും കുടിവെള്ളം കിട്ടാക്കനിയായി മാറിയത് ഭരണത്തിന്റെ പിടിപ്പുകേടും വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയുമാണെന്നും BJP ആരോപിച്ചു. 10-15ഓളം വീടുകൾ ഇപ്പോഴും കുടിവെള്ള കണക്ഷൻ കിട്ടാത്തുണ്ട്. അത് ഒരു വാർഡ്, 39 വാർഡുകളിലും അങ്ങനെ കുടിവെള്ള കണക്ഷൻ കിട്ടാതെ കൊടുക്കാതെ ഈ കേന്ദ്ര ഫണ്ട് ലാപ്സാക്കുന്ന ഒരു നടപടിയാണ് ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയും നഗരസഭയും ചെയ്യുന്നത്. സമരത്തിന് ശേഷം BJP നേതാക്കളും കൗൺസിലർമാരും ചേർന്ന് AXEയെ കണ്ട് സംസാരിക്കുകയും BJPയുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തതിന്റെ ഫലമായി അദ്ദേഹം ഒരാഴ്ചയ്ക്കുള്ളിൽ അറ്റകുറ്റ നിർമ്മാണ പണികൾ തീർത്ത് കുടിവെള്ളം ലഭ്യമാക്കാനുള്ള സാഹചര്യം ഒരുക്കാമെന്ന് ഉറപ്പു നൽകി. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സരൂപ്, KP കൃഷ്ണകുമാർ, നഗരസഭാ പാർലമെന്ററി ലീഡർ R മണികണ്ഠൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാർവതി, കൗൺസിലർമാരായിട്ടുള്ള KP ജയന്തി, പ്രസീത, K ജയശങ്കർ, അനിത ശിവദാസ്, അർച്ചന, വിനീത, അജീഷ്, പ്രേമാവതി, സജിത്ത് എന്നിവർ സംസാരിച്ചു.